الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹധരണീയരായ സഹോദരി സഹോദരന്മാരെ, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അവ നടപ്പിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമൂഹത്തിൻ്റെ അർദ്ധ വിഭാഗമായ സ്ത്രീകൾ അപമാനിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. തൊഴിലിടങ്ങളിലും യാത്രാവേളകളിൽ പോലും സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുകയും അരക്ഷിതരാക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഇത്തരമൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ ദീൻ സ്ത്രീത്വത്തിന് നൽകുന്ന ഉന്നതവും ഉദാത്തവുമായ സ്ഥാനങ്ങളും പദവികളും എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചോദിക്കാനും പറയാനും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനുമൊക്കെയുള്ള അവസരം ഈ ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാർക്കെന്ന പോലെ തന്നെ സ്ത്രീകൾക്കും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്ന പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്ന ഒരു വിവാഹ മോചന രീതിയായിരുന്നു ലിഹാർ എന്നുള്ളത്. പുരുഷന് തൻ്റെ പത്നിയോട് വെറുപ്പോ വിദ്വേഷമോ പിണക്കമോ ഒക്കെ ഉണ്ടാകുമ്പോൾ പുരുഷൻ സ്ത്രീയെ നോക്കി പറയും, അന്തി അലയ്യ കദ്ഹിരി ഉമ്മി, നീ എനിക്ക് എൻ്റെ മാതാവിൻ്റെ മുതുക പോലെയാണ് എന്ന്. അതോടുകൂടി അവർ തമ്മിലുള്ള ദാമ്പത്യബന്ധം മുറിഞ്ഞു പോകും. ഇങ്ങനെയുള്ളൊരു സമ്പ്രദായം ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്നു. ഇസ്ലാമിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ സഹാബിവര്യന്മാരിൽ ഒരാളായ ഔസ് ബിൻ സ്വാമിത്ത് തൻ്റെ പത്നിയായ ഖൗല ബിൻത് സഅലബയോട് ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞുകൂടുന്നതിനിടയിൽ അദ്ദേഹം ഒരു മുൻകോപിയായിരുന്നുവെന്നാണ്, പരുഷമായ സംസാരക്കാരനൊക്കെയായിരുന്നു. തൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, അന്തി അലയ്യക ദഹിരി ഉമ്മി,
ഇസ്ലാമിലെ ഒന്നാമത്തെ ലിഹാർ സംഭവമായിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നീ എനിക്ക് എൻ്റെ ഉമ്മാനെ പോലെയാണ് എന്ന് പറഞ്ഞു. അതോടുകൂടി ഖൗല ആകെ ബേജാറിലും വെപ്രാളത്തിലുമായി. എന്തു ചെയ്യണമെന്നറിയാതെ അവരിങ്ങനെ അന്താളിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് നേരം ഇരുട്ടി. സ്വാഭാവികമായും പതിവ് പോലെ ഔസ് ഖൗലയുടെ അരികിൽ വന്നു. ആ സന്ദർഭത്തിൽ ഖൗല പറഞ്ഞു, ഇല്ല, നമ്മുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഒരു തീരുമാനം വരുന്നത് വരെ നിങ്ങൾ എന്നോടൊത്ത് ക്ഷയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിറ്റേന്ന് തന്നെ ഖൗല പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പോവുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെയും ഔസിൻ്റെയും ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. യാ റസൂലല്ലാഹ്, ഇന്ന ഔസൻ തസവ്വജനി വഅന ശാബത്തുൻ മർഗൂബുൻ ഫിയ. ഔസ് എന്നെ വിവാഹം കഴിച്ചിട്ടുള്ളത് ഞാൻ നല്ല യുവതിയായ, എന്നിൽ ആഗ്രഹം ജനിപ്പിക്കുന്ന വിധത്തിൽ ഞാൻ ശക്തയായ ഒരു യുവതിയായിരിക്കുന്ന സന്ദർഭത്തിലാണ്. ഫലമ്മ ഖലാ സിന്നി വകസുറ വലദി. ഇപ്പോൾ ഞാൻ വയോധികയായിട്ടുണ്ട്, ഞാൻ ഒരുപാട് കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ സന്ദർഭത്തിൽ ഔസ് എന്നെ ഒഴിവാക്കുന്ന വിധത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ജഅലനി അലൈഹിക ഉമ്മിഹി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഉമ്മയെ പോലെയാണെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഇളവ് ഉണ്ട് എങ്കിൽ നിങ്ങളത് പറഞ്ഞു തരണം റസൂലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകന്റെ അരികിലേക്ക് പോകുന്നത്. അങ്ങനെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞു, വല്ലാഹി മാ ഉമിർതു ഫീ ശഅനിക ഹത്തൽ ആൻ. അല്ലാഹുവാണേ സത്യം, നിന്റെ ഇതുപോലെയുള്ള പ്രശ്നത്തിൽ ഇതുവരെ എനിക്കൊരു നിയമവും കിട്ടിയിട്ടില്ല, നിങ്ങളുടെ കാര്യത്തിൽ ഒരു കൽപ്പന എനിക്ക് വന്നിട്ടില്ല. മാറാക്കി ഇല്ലാക്കത് ഹറംതി. എൻ്റെ അഭിപ്രായം നീ ശരിക്ക് അദ്ദേഹത്തിന് നിഷിദ്ധയായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഖാലത്ത്. അപ്പോൾ നബിയോട് അവർ ഇങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുന്നു. മാ ദക്കറ ത്വലാഖൻ, എന്നെ വിവാഹമോചനം ചെയ്തു എന്നൊന്നും എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ വജാദലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിറാറൻ, പലതവണ പ്രവാചകനോട് ഈ സ്ത്രീ വന്നിങ്ങനെ തർക്കിച്ചു കൊണ്ടിരുന്നു. വഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോടും എൻ്റെ സങ്കടം ആവലാതിപ്പെടുക തന്നെ ചെയ്യും. എന്നിട്ട് അവർ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഷ്കു ഇലൈക ശിദ്ദത വഹദതി വമാ യശുഖു അലയ്യ മിൻ ഫിറാഖിഹി. അല്ലാഹുവേ, എൻ്റെ ഏകാന്തതയുടെ, എൻ്റെ ഒറ്റപ്പെടലിൻ്റെ കാരുണ്യം, എൻ്റെ ഒറ്റപ്പെടലിൻ്റെ ശക്തി, കാഠിന്യം ഞാൻ നിന്നിലേക്ക് ആവലാതിയായി ബോധിപ്പിക്കുകയാണ്. എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് പിരിഞ്ഞു പോയാൽ എനിക്കുണ്ടാകുന്ന ദുരിതവും പ്രയാസവും. വഇന്നലി സുബിയ സിഗാറ, എനിക്ക് ചെറിയ മക്കളുണ്ട് റബ്ബേ, അവരെ പോറ്റേണ്ട ഒരവസ്ഥയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഷ്കു ഇലൈക, അതുകൊണ്ട് തന്നെ എൻ്റെ സങ്കടങ്ങളിതാ ഞാൻ നിന്നോട് ആവലാതിപ്പെടുന്നു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ഖൗല ബിൻത് സഅലബ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവരം അവർക്ക് കിട്ടി. റസൂലുള്ളാഹി അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഖൗല അബ്ശിരി, ഖൗലേ നീ സന്തോഷിച്ചു കൊള്ളുക, നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ അപ്പോഴേക്കും അവതരണമായിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു ജുസ് ആരംഭിക്കുന്നത് മുജാദല എന്ന പേരിലാണ്. ഒരു സൂറയുടെ പേര് മുജാദല എന്നാണ്. മുജാദില എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നവൾ എന്നാണ്. മുജാദല എന്ന് പറഞ്ഞാൽ പരസ്പരം നടക്കുന്ന തർക്കം എന്നാണ്. ഈ രണ്ട് പേരിലും ആ സൂറ അറിയപ്പെടുന്നു. വിശുദ്ധ ഖുർആനിൽ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരമായി ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ
വതശ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. ഖദ് സമീഅ അല്ലാഹ്, തീർച്ചയായും അല്ലാഹു കേട്ടിട്ടുണ്ട്. ഖൗലല്ലത്തി തുജാദിലുക ഫീ സൗജിഹാ, തൻ്റെ ഭർത്താവിനെ കുറിച്ച് താങ്കളോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയുടെ വാക്കുകളെ അല്ലാഹു കേട്ടിട്ടുണ്ട്. വതശ്തകീ ഇലല്ലാഹ്, അള്ളാഹുവിനോട് പരാതി ബോധിപ്പിക്കുന്ന ഈ സ്ത്രീയുടെ വാക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടിട്ടുണ്ട്. ഇന്നല്ലാഹ സമീഉൻ ബസീർ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാകുന്നു. പിന്നീട് ഈ ലിഹാറിന്റെ വിധി അള്ളാഹു വിശദീകരിച്ചു കൊടുക്കുകയാണ്. അല്ലദീന യുദാഹിറൂന മിൻകും മിൻ നിസാഇഹിം മാ ഹുന്ന ഉമ്മഹാതിഹിം, നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ആരൊക്കെയാണോ ലിഹാർ ചെയ്യുന്നത്, അന്തി അലയ്യ കലഹിരി ഉമ്മി, നീ എനിക്ക് എൻ്റെ ഉമ്മൻ്റെ മുതുക് പോലെയാണ് എന്ന് പറഞ്ഞ് ലിഹാർ ചെയ്യുന്ന ആ സ്ത്രീകൾ മാഹുന്ന ഉമ്മഹാതിഹിം, അവർ ഒരിക്കലും നിങ്ങളുടെ ഉമ്മമാരാകുന്നില്ല. ഇൻ ഉമ്മഹാതുഹും ഇല്ലല്ലാഹി വലദ്നഹും, അവരെ പ്രസവിച്ചവരാണ് അവരുടെ ഉമ്മമാർ. നിങ്ങളുടെ ഒരു പറച്ചിൽ കൊണ്ടോ പ്രഖ്യാപനം കൊണ്ടോ അവർ ഒരിക്കലും നിങ്ങളുടെ ഉമ്മമാരാകുന്നില്ല. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദാമ്പത്യത്തിൽ വൈവാഹിക ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ വഇന്നഹും ലയഖൂലൂന മുൻകറൻ മിനൽ ഖൗലി വസൂറ, നിങ്ങൾ നിഷിദ്ധമായ വാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ വ്യാജമാണ് പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. വഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ, ഇങ്ങനെയൊക്കെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മാപ്പ് നൽകുന്നവനാണ്, നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരുന്നവനാണ് എന്നാണ്. പിന്നീട് ഇങ്ങനെ ആരെങ്കിലും ലിഹാർ ചെയ്താൽ അതിനുള്ള പ്രായശ്ചിത്തം, പ്രതിവിധി എന്താണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അങ്ങനെ ലിഹാർ ചെയ്യുന്ന ആളുകൾ ഒന്നാമതായി ഒരു അടിമയെ മോചിപ്പിക്കണം. നമുക്കറിയാം, ഇസ്ലാം വിധിക്കുന്ന കഫാറത്തുകളിൽ അധികവും അടിമയെ മോചിപ്പിക്കുകയാണെന്ന്. എന്ന് പറഞ്ഞാൽ അടിമത്ത സമ്പ്രദായത്തെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കഫാറത്തിൽ ഒന്നാമതായി അടിമമോചനത്തെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടിമയെ മോചിപ്പിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിലോ തുടർച്ചയായി 2 മാസം നോമ്പനുഷ്ഠിക്കണം. വെറുതെ ഇത്തരം പരിപാടിക്കൊന്നും പോണ്ട, ഇടങ്ങേറിനൊന്നും പോണ്ട. അങ്ങനെ ചെയ്യുന്നവർ ഇതുപോലെയുള്ള പ്രായശ്ചിത്തങ്ങൾ നൽകണം. ഇനി തുടർച്ചയായി 2 മാസം നോമ്പനുഷ്ഠിക്കാൻ ആരോഗ്യപരമായി പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിലോ 60 അഗതികൾക്ക് നിങ്ങൾ ആഹാരം നൽകണം. ഇതൊക്കെയാണ് ഇങ്ങനെ ചെയ്തവർക്കുള്ള പ്രായശ്ചിത്തം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ അതിലെ നിയമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഈ സംഭവത്തിൽ നിന്ന് നമുക്കറിയാം, സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ ചോദിക്കുവാനും ആവശ്യപ്പെടുവാനും പറയുവാനും അവരുടെ പ്രശ്നങ്ങൾ ആവലാതിപ്പെടുവാനുമുള്ള സ്വാതന്ത്ര്യം അള്ളാഹു അനുവദിച്ചു കൊടുക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ അനുവദിച്ചു കൊടുക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിയമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കതിലൂടെ നൽകുന്നു എന്നതാണ്. നോക്കൂ, നിങ്ങൾ ഖൗല ബിൻത് സഅലബ എന്ന മഹദിയെ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇങ്ങനെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും സ്ത്രീകളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുകയും ചെയ്തിരുന്ന അവർ ഭരണാധികാരികളായ ഖലീഫമാരായ ആളുകളോട് വരെ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു കൃത്യമായി എന്നാണ്. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യാത്ര പോകുന്നതിനിടയിൽ ഖൗല ബിൻത് സഅലബ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു നിർത്തി. കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, സുദീർഘമായ സംസാരം. കൂടെയുള്ള സഹയാത്രികർക്ക് മുഷിപ്പുണ്ടാക്കുന്ന വിധത്തിൽ സംസാരം നീണ്ടുപോയപ്പോൾ ഒരു കൂട്ടുകാരൻ അമീറുൽ മുഅ്മിനീനോട് വന്ന് പറയുന്നുണ്ട്, യാ അമീറുൽ മുഅ്മിനീൻ മാ റഅയ്തുകൽ യൗമ, ഇന്നത്തെ ദിവസത്തെ പോലുള്ളൊരു ദിവസം ഞാൻ കണ്ടിട്ട് തന്നെയില്ല. കിഴവിയായ ഒരു പെണ്ണ് നിങ്ങളെ തടസ്സപ്പെടുത്തി ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ നിന്നുകൊടുക്കുന്നത് എന്നാണ്.
ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞ സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവർ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഖൗല ബിൻതു സഅലബ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ആവശ്യങ്ങൾ കേട്ട് ഏഴാം ആകാശത്തിനപ്പുറത്ത് നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയ മഹദിയാണവർ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടഞ്ഞു നിർത്തി വീണ്ടും വീണ്ടും പേർത്തും തൻ്റെ ജീവിതാവശ്യങ്ങളെയും സങ്കടങ്ങളെയും പ്രാരാബ്ദങ്ങളെയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കിതിനൊരു പരിഹാരം പറഞ്ഞു തരണം നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ കൂടെ കൂടി സംസാരിച്ചവരാണവർ. അവർ നേരം ഇരുട്ടുന്നത് വരെ എന്നെ തടഞ്ഞു നിർത്തി എന്നോട് സംസാരിച്ചാലും അള്ളാഹു വാക്കുകൾ കേട്ട ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകീ ഇലല്ലാഹ്. പ്രവാചകനോട് തർക്കിച്ച, അള്ളാഹുവിനോട് ആവലാതി പറഞ്ഞപ്പോൾ ആ ആവലാതി കേട്ട ആ മഹദിയുടെ വാക്കുകൾ ഞാൻ കേൾക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സംഭവം മാത്രമാണ്. ഇതുപോലെയുള്ള അനവധി സംഭവങ്ങളെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ കഴിയും. ഇസ്ലാമിക അധ്യാപനങ്ങൾ സ്ത്രീത്വത്തിന്, മാതൃത്വത്തിന് നൽകുന്ന സ്ഥാനവും മഹത്വവും എന്താണ് എന്ന് നമ്മൾ അറിയുകയും ഇതറിയാത്ത സ്ത്രീകൾക്ക് എതിരാണ്, സ്ത്രീത്വത്തിനെതിരാണ് ഇസ്ലാം എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് കൂടി നമ്മുടെ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമൻ നിസാഉ ശഖായിഖുർ റിജാൽ. തീർച്ചയായും സ്ത്രീകൾ പുരുഷന്മാരുടെ കൂടപ്പിറപ്പുകളാണ്. കാരണം അല്ലാഹു ഖുർആനിൽ മുഴുവൻ മനുഷ്യരെയും സംബോധന ചെയ്ത് പറഞ്ഞിട്ടുള്ളത് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. മാനവ സമൂഹമേ, മനുഷ്യരെ, നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് എന്നതാണ്. ആണും പെണ്ണും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല സൃഷ്ടിപ്പില്ലെന്ന്. ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഏറ്റപ്പറ്റുകൾ ഉണ്ടാകുമെന്നല്ലാതെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ആണിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പെണ്ണിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് എല്ലാ ആൺവിഭാഗത്തെയും പെൺവിഭാഗത്തെയും മനുഷ്യരായി അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളിൽ പരസ്പരമുള്ള യോഗ്യത എന്താണെന്നോ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവർ അള്ളാഹുവിൻ്റെ അരികിൽ നിങ്ങളിൽ ഏറ്റവും ഭക്തിയുള്ളവരാണ് എന്നതാണ് ഈ ആയത്തിലൂടെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി നോക്കൂ, മനുഷ്യ വിഭാഗത്തെ, മനുഷ്യ മക്കളെ അള്ളാഹു ആദരിച്ചത് പറഞ്ഞപ്പോൾ വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം അള്ളാഹു ആദരിച്ചിട്ടുണ്ട് എന്നതാണ്. ഇനി നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത്, അള്ളാഹു കൂലി കൊടുക്കുന്ന ഇടങ്ങൾ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ ഖുർആൻ പറയുന്നത് മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹു മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. വിശ്വാസത്തോടുകൂടി ഒരു സ്ത്രീയായാലും പുരുഷനായാലും സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ രണ്ട് ബെനിഫിറ്റിനെ കുറിച്ച് അള്ളാഹു ഇവിടെ സംസാരിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും പുരുഷനും കിട്ടുന്ന കൂലി, പ്രതിഫലം, ഒന്ന് ദുനിയാവിലേതാണ്, മറ്റൊന്ന് പരലോകത്തേതാണ്. നിങ്ങൾക്ക് ഈമാനും അമലു സ്വാലിഹാത്തും ഉണ്ടെങ്കിൽ വലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, നല്ല ഉത്കൃഷ്ടമായൊരു ജീവിതം അല്ലാഹു ഈ ദുനിയാവിൽ നിങ്ങൾക്ക് നൽകും. അതിന്റെ വിശദീകരണം തഫ്സീർ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും. ഐ ഹയാത്തൻ റാദിയത്തൻ മർദിയത്തൻ ഫിദ് ദുനിയ, ദുനിയാവിൽ തന്നെ ഈമാനും അമലു സ്വാലിഹാത്തുമുള്ള ആളുകൾക്ക് സംതൃപ്തമായ, ആനന്ദദായകമായ, സന്തോഷകരമായ ഒരു ജീവിതം അള്ളാഹു അവർക്ക് നൽകുമെന്നാണ്. ദുനിയാവ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അള്ളാഹു കൂലി കൊടുക്കുന്നത് പോലെ പരലോകത്തോ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, നിങ്ങൾ ചെയ്ത സുകൃതങ്ങൾക്ക്
ഉന്നതമായ പ്രതിഫലം മരണാനന്തര ജീവിതത്തിൽ നാം നൽകുമെന്ന് പറയുന്നു. വിശ്വാസികളുടെ പ്രാർത്ഥന ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി സൂറ ആലി ഇംറാനിന്റെ അവസാന ഭാഗം ഖുർആൻ വിശദീകരിക്കുന്നതിന്റെ സമാപനമെന്നോണം പറയുന്നുണ്ട്. ഈ പ്രാർത്ഥനയൊക്കെ കേട്ടിട്ട്, ആണിന്റെയും പെണ്ണിന്റെയും പ്രാർത്ഥന അള്ളാഹു കേട്ടിട്ട്, ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉളീഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസാ ബഅദുകും മിൻ ബഅദ്. പ്രാർത്ഥിക്കുന്ന ഈ വിശ്വാസി സമൂഹത്തിന് അള്ളാഹു ഉത്തരം നൽകിയിട്ടുണ്ട്. എന്താണെന്നോ? അന്നീ ലാ ഉളീഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ വ ഉൻസാ. നിങ്ങൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങളുടെ കർമ്മങ്ങൾ ഒന്നും തന്നെ നാം പാഴാക്കി കളയുകയില്ല. ബഅദുകും മിൻ ബഅദ്. നിങ്ങൾ അന്യോന്യം ഇടകലർന്ന് ജീവിക്കുന്നവരാണ്. നിങ്ങളിൽ ചിലർ മറ്റുള്ളവരിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ പെണ്ണിൽ നിന്നുള്ളവരാണ്, പെണ്ണുങ്ങൾ ആണിൽ നിന്നുള്ളവരാണ്. ബഅദുകും മിൻ ബഅദ്. ഈ ഒരു വലിയ സന്ദേശം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും പ്രതിഫലത്തിന്റെ കാര്യത്തിലാണല്ലോ, കൂലി കൊടുക്കുന്നിടത്ത് പെണ്ണുങ്ങൾക്ക് വേറെ കൂലി, ആണുങ്ങൾക്ക് വേറെ കൂലി എന്ന് ഭൗതികമായ കൂലി നിർണയിക്കുന്ന കാര്യത്തിലും വ്യത്യാസങ്ങൾ ഇപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പടച്ചവന്റെ കോടതിയിൽ പരലോകത്താണെങ്കിലും അത് വ്യത്യാസമല്ല. ദുനിയാവ് അള്ളാഹു മനുഷ്യർക്ക് നൽകുന്നതിലും ആണിലും പെണ്ണിലും വ്യത്യാസമില്ലാതെ അത് നൽകുമെന്നാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ ചുമതലകൾ ഏൽപ്പിക്കുന്നതിനെ കുറിച്ചും അധികാരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചുമൊക്കെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട്. കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും തന്നെ ഭരണാധികാരികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളെല്ലാവരും തന്നെ ബാധ്യതകൾ, ചുമതലകൾ ഏറ്റെടുത്തിട്ടുള്ളവരാണ്. വമസ്ഊലുൻ അൻ റഅയ്യതിഹി, തങ്ങളുടെ ഭരണീയരെ കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഒരു സ്ത്രീ തന്റെ ഭർതൃഗൃഹത്തിലെ ഭരണാധികാരിയാണ് എന്നാണ്. ഭർതൃഗൃഹത്തിലെ ഭരണാധികാരിയാണെന്ന് മാത്രമല്ല, വമസ്ഊലത്തുൻ അൻ റഅയ്യതിഹാ, തന്റെ കീഴിൽ കഴിയുന്ന എല്ലാ ആളുകളെ കുറിച്ചും ചോദിക്കപ്പെടുന്നവളുമാണവൾ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ സ്ഥാനവും പദവിയും നൽകുന്നതിലൊക്കെയുള്ള പങ്കാളിത്തം, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ സ്ത്രീയുടെ ഈ ചുമതലകളെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഇനി പൊതുസമൂഹത്തിലുള്ള ദൗത്യ നിർവഹണത്തിന്റെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകളെ പുരുഷന്മാരെ പോലെ തന്നെ, പുരുഷന്മാരോടൊത്തുകൊണ്ട് തന്നെ സ്ത്രീകൾ ദീനിന്റെ പ്രചാരണത്തിനും പ്രബോധന പ്രവർത്തനങ്ങൾക്കും ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ ഒന്നാമത്തെ ഷഹീദ, രക്തസാക്ഷിയായിട്ടുള്ളത് സുമയ്യ റളിയല്ലാഹു അൻഹ എന്ന സഹാബിയ വനിതയാണ്. ഇങ്ങനെയുള്ള ത്യാഗങ്ങളുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഹിജറ പോയി പലായനം ചെയ്തു. ആദ്യമായി മുസ്ലിങ്ങൾ പലായനം ചെയ്തത് എത്യോപ്യയിലേക്കാണ്, ഹബശയിലേക്കാണ്. പുരുഷന്മാരെ പോലെ തന്നെ പുരുഷന്മാരോടൊത്ത് സ്ത്രീകളും ആ പലായന സന്ദർഭത്തിൽ അവരോടൊത്ത് പോയിട്ടുള്ളത് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സന്ദർഭത്തിലും പുരുഷന്മാരോടുകൂടി സ്ത്രീകളും അവരോടൊപ്പം പങ്കെടുത്തിട്ടുള്ളതായി ചരിത്രം നോക്കി മനസ്സിലാക്കി തരുന്നുണ്ട്. ഇവിടെയൊക്കെയുള്ള സ്ത്രീ സ്വാധീനത്തെ നമുക്ക് കാണാൻ കഴിയും. യുദ്ധത്തിൽ പങ്കെടുക്കൽ ഒരിക്കലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യതയല്ല. ജിഹാദിനെ കുറിച്ച് ആവലാതിപ്പെട്ട് ഒരു സംഘം സ്ത്രീകൾ പ്രവാചകന്റെ തിരുസവിധത്തിൽ വന്നൊരു സന്ദർഭം ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. റസൂലേ, പുരുഷന്മാർ എല്ലാ കൂലിയും കൊണ്ടുപോകുന്നുണ്ട്, അവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തി ജീവത്യാഗം ചെയ്ത് രക്തസാക്ഷികളാകാനുള്ള സുവർണാവസരം കിട്ടുന്നു, ഞങ്ങൾക്ക് അതിനുള്ള അവസരങ്ങളൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയത്ത് പറഞ്ഞത്, നിങ്ങളുടെ ജിഹാദ്
ഹജ്ജ് യാത്രയാണെന്നാണ്. ഹജ്ജിനുള്ള തീർത്ഥാടനം അതാകുന്നു നിങ്ങളുടെ ജിഹാദ് എന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് പോവുക, നിങ്ങൾക്ക് എമ്പാടും ജോലി നിങ്ങളുടെ വീടുകളുടെ അകത്തളങ്ങളിൽ ഉണ്ട്, നിങ്ങളുടെ ആ ബാധ്യത നിങ്ങൾ നിറവേറ്റുക, അതാണ് നിങ്ങൾക്കുള്ള കടമയെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും യുദ്ധത്തിൽ പങ്കെടുക്കൽ സ്ത്രീകൾക്ക് നിർബന്ധമായ ബാധ്യത ഇല്ലാതിരുന്നിട്ട് കൂടി പുരുഷന്മാരെ സഹായിക്കാൻ വേണ്ടി, അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി, യുദ്ധത്തിൽ മുറിവേൽക്കുന്ന പട്ടാളക്കാർക്ക് അവരെ ചികിത്സിക്കാൻ വേണ്ടി, അവർക്ക് നേഴ്സുമാരായി അവിടെ ജോലിയെടുക്കാൻ വേണ്ടി യുദ്ധത്തിൽ പോലും സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ അടിത്തറ പാകാനുള്ള പ്രഥമഘട്ടങ്ങളായി നടത്തിയിട്ടുള്ള ഉടമ്പടികൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഉടമ്പടികളിലെല്ലാം സ്ത്രീകൾ വന്ന് നബിയോട് ബൈഅത്ത് ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒന്നാം അഖബ ഉടമ്പടിയിൽ സ്ത്രീകൾ വന്ന് പ്രവാചകനോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. രണ്ടാം അഖബ ഉടമ്പടിയിൽ പ്രവാചകനോട് വന്നുകൊണ്ട് സ്ത്രീകൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിരസിച്ചിട്ടില്ല. അവരുടെ പങ്കാളിത്തം, അവരുടെ സാന്നിധ്യം, ഈ പുണ്യകർമ്മങ്ങളിൽ സഹകരിക്കുവാനുള്ള അവരുടെ ഔത്സുക്യത്തെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഖാലത്തി സഹാബത്തുൽ ജലീല ഉമയ്യ ബിൻത് റഖീഖ, പ്രമുഖ സഹാബി വനിതയായ ഉമയ്യ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സംഘം സ്ത്രീകളെയും കൊണ്ടുചെന്ന് അവരോട് പ്രവാചകനോട് ആവശ്യപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ജിഅത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നിസ്വത്തിൻ നുബായിഉഹു, ഒരു സംഘം സ്ത്രീകളോടൊത്ത് ഞാൻ റസൂലിന്റെ അരികിൽ പോയി പ്രവാചകന് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി. ഫഖാല ലനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്നോ, ഫീ മസ്തതൈന, നിങ്ങൾക്ക് സാധിക്കുന്നത്ര നിങ്ങൾ ഇതിൽ പങ്കാളികളാവുക, വഅത്തഖിന, നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ ഇതിൽ സഹകരിക്കുക, ഇതിൽ സഹായികളാവുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്ത്രീകളെ മാറ്റി നിർത്തുകയല്ല ചെയ്തത്, കൂടെ നിർത്തുകയും സ്ത്രീ സമൂഹത്തിന് പുണ്യങ്ങളിൽ അതിൽ പങ്കെടുക്കാൻ അവസരം നൽകുകയുമാണ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന മാതൃക, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അധ്യാപനങ്ങൾ എല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും സ്ത്രീ സമൂഹത്തെ ആദരിക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട മതപരമായ, ദീനീയായ, ഈമാനികമായ ഈ ചുമതല കൂടി നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളാവുന്നത്ര നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഭൗതിക ജീവിതവും ആത്മീയ ജീവിതവും ധന്യമാക്കാൻ പരിശ്രമിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളും വിശ്വാസിനികളുമായ ഒരു സമൂഹത്തിൻ്റെ ബാധ്യതകളെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന കൂട്ടത്തിൽ സൂറ തൗബയിലെ
71-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ്. വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ അവർ പരസ്പരം സംരക്ഷകരാകുന്നു എന്നാണ്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർ, ബഅദുഹും ഔലിയാഉ ബഅദ്, അവർ പരസ്പരം സംരക്ഷകരായി കഴിയേണ്ടവരാണ്. ഈ സംരക്ഷണത്തിൽ കാര്യമായി നിർവഹിക്കപ്പെടേണ്ട കാര്യവും കൂടി അള്ളാഹു പിന്നീട് എടുത്തു പറയുന്നുണ്ട്. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കണം അവർ പരസ്പരം, തിന്മ വിരോധിക്കണം അന്യോന്യം. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടതാണ്. ആ അംറുൻ ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ എന്ന ബാധ്യത നിർവഹിച്ചുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം സംരക്ഷകരാകേണ്ടത് എന്നാണ് ഖുർആൻ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ വ്യക്തിഗതമായി നിർവഹിക്കേണ്ട ആരാധനകൾ, വയുഖീമുന സ്വലാ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നമസ്കാരം മുറപ്രകാരം അവർ അനുഷ്ഠിക്കണം. വയുത്തൂന സക്കാ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവർ സക്കാത്ത് കൊടുക്കണം. എൻ്റെ സക്കാത്ത് ഭർത്താവ് കൊടുത്തോളും എന്ന് കരുതി നിന്നവരായിരുന്നില്ല പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണത്തിൽ വളർന്നു വന്നിരുന്ന സഹാബ വനിതകൾ. അവർക്ക് എന്ത് സ്വത്തുണ്ടെങ്കിലും ആദ്യമായി അവർ ചിന്തിച്ചിരുന്നത് ഇതിന് പാപങ്ങളുടെ അവകാശമായ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ പേടിയിലായിരുന്നു അവർ കൂടിയിരുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കാര്യത്തിൽ യുഅ്തൂന സക്കാ വയുതീഊന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ അനുസരിക്കേണ്ടവരാണവർ. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അവർക്കാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുക. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ ഇടയാകുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നിടത്ത് ഈ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നല്ലാഹ അസീസുൻ ഹകീം, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതാപിയാകുന്നു, അതേപോലെ തന്നെ അവൻ യുക്തിമാനാകുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ വിശ്വാസികളും വിശ്വാസിനികളുമായ നമ്മൾ പരസ്പരം നിർവഹിക്കേണ്ട ഈ കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ പെടാൻ പരിശ്രമിക്കണം. റഹ്മാനായ റബ്ബ് അതിന് നമുക്ക് തുണയേകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള പ്രിയപ്പെട്ടവരായിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും ഇഷ്ടജനങ്ങളും റഹ്മാനെ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അവരുടെ ബർസഖിയായ ജീവിതം, പരലോക ജീവിതം നീ അനുഗ്രഹീത പൂർണ്ണമാക്കി കൊടുക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ. ഞങ്ങൾക്കിടയിൽ പല നിലക്കുമുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവരുണ്ട്. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി അങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളിൽ കുടുങ്ങിയിട്ടുള്ളവർക്ക് ആ പ്രയാസങ്ങളിൽ നിന്നൊരു മോചനം നീ നൽകണമേ തമ്പുരാനെ. അവർക്ക് ജീവിതത്തിൽ ധന്യതയും സമാധാനവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമേ. ഇസ്ലാമികാധ്യാപനങ്ങൾ കൃത്യമായി പഠിക്കുവാനും ആവുന്നത്ര പഠിച്ചതെല്ലാം ജീവിതത്തിൽ പകർത്തുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖും തുണയും നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.